ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കടുമാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ. മിനിമം ഒരു 10 ദിവസമെങ്കിലും ഉപ്പിലിട്ട് വെച്ച ചെറിയ കണ്ണിമാങ്ങകൾ അതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. ആ വെള്ളം കളയരുത്, ഉപ്പിലിട്ട വെള്ളം കളയരുത് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ കടുക് വറുക്കലാണ് പരിപാടി. അതായത് നല്ലെണ്ണയാണ് അച്ചാറിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കുറേ നല്ലെണ്ണ ഒഴിക്കുക, ആവശ്യത്തിന് കൂടുതൽ ഒഴിക്കുക, വാരിക്കോരി കടുക് ഇടുക. അത് കഴിഞ്ഞ് നന്നായി കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയ ശേഷം തീ ഓഫ് ചെയ്ത് ഒരു ഫാൻ്റെ താഴെ ഈ താളിച്ച് വെച്ചിരിക്കുന്ന കടുക് കൊണ്ട് എടുത്ത് വയ്ക്കാം. കടുമാങ്ങ അച്ചാറിൻ്റെ മെയിൻ ഐറ്റം കടുകാണ്. അപ്പോൾ കുറച്ച് കടുക് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അരച്ച കടുക് നമുക്ക് നമ്മുടെ മിക്സിൻ്റെ കൂടെ ചേർക്കാം. അതിന് മുമ്പ് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്, അതായത് വറമുളകിനെ അരച്ചെടുത്തത്. അതിലോടൊപ്പം തന്നെ സാധാരണ മുളക് പൊടി ഒരു 3-4 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് ഈ ചില്ലി ഫ്ലേക്സിൻ്റെ മേലെ ചേർക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കടുകും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഒരു 1/2 സ്പൂണ് മതിയാവും. കായം കുറച്ച് കൂടുതൽ വേണം, നന്നായിട്ട് കായം ഇടണം. ഒരു 1-1.5 സ്പൂണ് കായം ചേർക്കേണ്ടി വരും. ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങയാണെങ്കിലും 2 സ്പൂൺ ഉപ്പും കൂടി നമുക്ക് ആവശ്യം വരും. ഇതിലേക്ക് 2 സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യാം. ശേഷം നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി എടുക്കുക. നല്ല കുഴകുഴാന്ന് ഇളക്കിയെടുത്ത് വെള്ളം പോലെ ഇളക്കിയെടുത്തതിലേക്ക് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കുക. അതിനെ കൂടി നന്നായി ഇളക്കണം. കടുമാങ്ങ അച്ചാർ പണ്ട് മുത്തശ്ശിമാർ ഉണ്ടാക്കി കാണിച്ചു തന്നിരിക്കുന്നത് ഓർമ്മകളല്ലാതെ നേരിട്ടുണ്ടാക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ ഒരു മുത്തശ്ശിയോട് ചോദിച്ച് പഠിച്ചെടുത്തതാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കൊരു ബോട്ടിലിലേക്കോ ഭരണിയിലേക്കോ ഈ മിക്സ് മാറ്റാം. ഇനിയാണ് നമ്മുടെ കളി. ഫാനിൻ്റെ താഴെ തണുക്കാനായി വെച്ചിരിക്കുന്ന എണ്ണ, കടുക്, നല്ലെണ്ണയാണേ കടുക്, അവ തണുത്തിട്ടുണ്ട്. അത് ഇതിന് മേലെ തണുത്തതിന് ശേഷമേ ഒഴിക്കാവൂ, അല്ലെങ്കിൽ കുപ്പി പൊട്ടി പോകും. അത് കഴിഞ്ഞ് ഒരു നല്ല തുണിയെടുത്ത് മൂടി വെച്ച് അതിലേക്ക് റബ്ബർ ബാൻഡോ കയറോ ഇട്ട് കെട്ടി നന്നായി അടച്ച് ഒരു 2 മാസമെങ്കിലും എടുത്ത് വെച്ചാലാണ് ഇതിൻ്റെ ഒരു ശരിയായ രുചി കിട്ടത്തുള്ളൂ. നമ്മളൊരു 10 ദിവസം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി എടുത്ത് നോക്കി, ഇത് ഈ പരുവത്തിലായിട്ടുണ്ട്. രുചികരമായ അച്ചാർ, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും സപ്പോർട്ടും തരണേ.